ഏകബാലന്റെ പ്രസ്താവനയിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം ഒരു ഭിന്നാഭിപ്രായമില്ല. സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദ മാസ്റ്റർ ഒരു ഭിന്നാഭിപ്രായമില്ല. ഇല്ല, അല്ല, രാഷ്ട്രീയം കഴിഞ്ഞ ദിവസം വളരെ വിശദമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അത് ലിംഗപരമായിട്ടുള്ള ഭാഷാപരമായ പ്രശ്നമാണോ? എല്ലാ വിഭാഗത്തെയും ഞങ്ങൾ ഒരേപോലെയാണ് കാണുന്നത്. RSSനെ കാണുന്നതും ഹിന്ദു വർഗീയതയെ കാണുന്നതും ഇസ്ലാം വർഗീയതയും കാണുന്നതും ഇനി ക്രിസ്ത്യൻ വർഗീയത ഉണ്ടെങ്കിൽ അതിനെ കാണുന്നത് ഒരുപോലെയാണ്. അത് ഒരുപോലെയാണ് അല്ലാതെ അതൊരുപോലെയാണ് കാണുന്നത്. കാരണം RSSനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുവിനെതിരെയാണ് എന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാൽ, വാക്ക് പറഞ്ഞാൽ അത് മുസ്ലിമിനെതിരാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് ശരിയല്ല. ഇതേ പറഞ്ഞുള്ളൂ. ഇത് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വിശദമായി പറഞ്ഞതുമാണ്. ഞാൻ പറഞ്ഞത് ഈ മതവിശ്വാസികളെല്ലാ വിഭാഗത്തിലുണ്ട്, രാഷ്ട്രീയത്തിലെല്ലാം ഉണ്ട്. മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ്. വളരെ ക്ലിയറാണ്. എന്താ മതവിശ്വാസവും വർഗീയതയും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ പോകുമ്പോൾ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും നല്ലത് വരണം, ലോകത്തിന് ഗുണം വരണമെന്നല്ലേ പറയൂ? തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇടുത്തി വീഴണമെന്നോ ആ പോകുന്ന വണ്ടി ഇടിച്ചു മറിയണമെന്നോ പറയുമോ? ഇല്ല. കാരണം എല്ലാവർക്കും നല്ലത് വരണം. പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് കേൾക്ക്. വർഗീയത എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളവർക്ക് നല്ലത് വരണം, മറ്റവൻ മോശം വരണമെന്ന് പറയുന്നതാണ്. ഇത് സാധാരണഗതിയിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് പറയുന്നൊരു കാര്യം വേണ്ട, കൂടുതൽ പറയാം. അപ്പം വിശ്വാസികൾ, ഏത് വിശ്വാസിയും ഏത് മതവും, ഇനി പള്ളിയിലും അമ്പലത്തിലും പോകാത്ത ആളുകളും ലോകത്തിന് നല്ലത് വരണം, ലോകത്തിനാകെ നല്ലത് വരണമെന്ന് വിശ്വസിക്കുന്ന അതാണ് വിശ്വാസം. പക്ഷെ വർഗീയത എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. എൻ്റെ മതത്തിലല്ലാത്തവനും അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്തവന് ദോഷം വരണമെന്ന് പറയുന്നതാണ്. അതാ വർഗീയത. ആ വർഗീയതയെ എതിർക്കണമെന്നേ പറയുന്നുള്ളൂ. അതേത് വർഗീയതയായാലും. അതല്ലാതെ അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ബോധ്യപ്പെടുത്താനാണെങ്കിൽ ചോദിക്കേ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അങ്ങനൊന്നും ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യം CPM പറ്റി പറഞ്ഞിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എത്രയോ വിവാദങ്ങൾ പറഞ്ഞു. അവസാനം അതിനൊന്നും അടിസ്ഥാനമില്ലല്ലോ. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ വർഗീയതയെ സംബന്ധിച്ചുള്ള നിലപാട്, ഇത് EMS പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഞങ്ങളൊക്കെ കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കും, നിങ്ങളും പാർട്ടി സ്റ്റുഡൻസ് ആയിരിക്കും. പിന്നെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകൾ അത് കേട്ടിട്ടുള്ളതാണ്. അന്ന് പറഞ്ഞില്ലേ 2 കെട്ടും 4 കെട്ടും അതൊക്കെ പറഞ്ഞല്ലോ. EMSൻ്റെ ഓളയും കെട്ടുമെന്ന് പറഞ്ഞ് മുഗ്ധാർത്ഥം നടത്തിയില്ലേ ശരീരത്തിനെ പറ്റി പറഞ്ഞപ്പോൾ? ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. 87-ലെ വലിയ വിവാദമായ കാര്യമില്ലേ? എന്തെങ്കിലും ഒരു നിലപാട് പറഞ്ഞാൽ ആ നിലപാട് മുഴുവൻ ഉടനെ മതവുമായി കൂട്ടിക്കെട്ടരുത്. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ ആർക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ ഒരാൾക്കും ഈ വർഗീയതയെപ്പറ്റി, ഏത് വർഗീയതയായാലും വർഗീയത തെറ്റാണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു സംശയം വേണ്ട. വർഗീയത തെറ്റാണ്. ഞാൻ പിന്തുണയ്ക്കോ ഇല്ലയെന്നല്ല, ഞാനൊരു നയം മാത്രമേ പറഞ്ഞുള്ളൂ. CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ ആവർത്തിച്ചത്. അല്ലാതെ വേറെ അതിനകത്ത് ട്വിസ്റ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ കാര്യം അതാ. അല്ല, ഇതിനകത്ത് കഴിഞ്ഞ ദിവസം വളരെ വിശദമായി നിങ്ങളുടെ സഹപ്രവർത്തകർ പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ വളരെ വിശദമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏത് വർഗീയതയായാലും തെറ്റാണ്. വർഗീയത എന്ന് പറയുന്നതിനെതിരെ പറയുമ്പം അത് മതവുമായി കൂട്ടിക്കെട്ടരുത്. മതത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എല്ലാവർക്കും ഏതെങ്കിലും ഏത് മതത്തിൻ്റെയും പ്രസംഗത്തിലോ വിശ്വാസത്തിലോ നമുക്ക് മറ്റേ മതം നശിക്കണമെന്ന്, മറ്റേ വിശ്വാസികൾ ഇല്ലാതാവണമെന്ന് പറയാറുണ്ടോ? നിങ്ങൾ ചോദിച്ചോളൂ. മതവിശ്വാസം ഏത് മതവിശ്വാസമാണെങ്കിലും. അപ്പോൾ അതിന് സാധാരണഗതി മതവിശ്വാസികൾ എല്ലാം, മതം പലതാണെങ്കിലും മനുഷ്യൻ നന്നാവുക എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഇന്ന ആളുകളെ ഇങ്ങനെ മാറ്റുക, അല്ലെങ്കിൽ അതിന് പിന്നെ വേറൊരു തരത്തിൽ അതിനെ ഉപയോഗിക്കുന്നതാണ് വർഗീയത എന്ന് പറയുന്നത്. ആ വർഗീയതയെ എതിർക്കണം. അതേതായാലും എതിർക്കണം. അതിനകത്ത് ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത്, RSSനെ പറഞ്ഞാൽ ഞങ്ങൾ BJP വിമർശിച്ചാൽ ഞങ്ങൾ ഹിന്ദു വിരുദ്ധരാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള സംഘടനകളെ പറ്റി പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി പറയുന്നത്. പക്ഷേ ഇവിടെ സമയത്തിന് മന്ത്രി ചർച്ച തുടങ്ങും. ഏകബാലന്റെ പ്രസ്താവനയിൽ പാർട്ടിക്കുള്ളിൽ ഒരു ഭിന്നാഭിപ്രായമില്ല. സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദ മാസ്റ്റർ ഒരു ഭിന്നാഭിപ്രായമില്ല. ഇല്ലല്ല, ഭിന്നാഭിപ്രായമൊന്നുമില്ല. ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ AK-ബാലൻ തന്നെ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു TV കണ്ടതാ. നിങ്ങളൊന്നും പറയുന്നതനുസരിച്ചിട്ടില്ല. പാർട്ടി തീരുമാനിച്ചാൽ, പാർട്ടി എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ച് ഞാൻ അഭിപ്രായം പറയും. പാർട്ടി എന്തെങ്കിലും പറയട്ടെ. പാർട്ടിക്കകത്ത് വ്യത്യസ്തമായി പറഞ്ഞില്ല. പാർട്ടിയുടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വളരെ വിശദമായി കാര്യം പറഞ്ഞതാണ്. അതിനകത്തെന്തോ ഇതിനകത്ത് ഞാനീ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും സമയത്ത് ഭിന്നാഭിപ്രായമുള്ള പ്രശ്നമാണോ? വർഗീയത എന്ന് പറഞ്ഞാൽ ഏത് വർഗീയതയായാലും തെറ്റാണ്, ജനങ്ങളെ വിഘടിപ്പിക്കുന്നതാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്താ? എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളം ഒരു കോസ്മോപൊളിറ്റൻ സ്റ്റേറ്റ് ആവണം, അല്ലെങ്കിൽ ആവുക എന്നുള്ളതാണ്. എല്ലാവർക്കും വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന, ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, യാത്ര ചെയ്യാൻ പറ്റുന്ന, പ്രാർത്ഥിക്കാൻ പറ്റുന്ന,
പിന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം. അവിടെ ആളുകളെ വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ, വർഗീയമായി വിഘടിപ്പിച്ചാൽ ആ സ്റ്റേറ്റ് എങ്ങനെ പോകും? എത്രയോ രാജ്യങ്ങളുടെ അനുഭവം ഉണ്ട് നമുക്ക്.